ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലണ്ടൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ. ടവർ ഹിൽ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ടവർ ഹിൽ സ്റ്റേഷനിൽ നേരെ നോക്കിയാൽ കാണുന്നതാണ് ആ കാണുന്ന വൈറ്റ് ടവർ. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ടവർ ഹിൽ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ചുറ്റുപാടൊന്ന് നോക്കി എവിടെയെങ്കിലും ഫുഡ് കിട്ടാൻ തരണ്ടോയെന്ന്. അങ്ങനെ ദേ ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഫുഡ് വാങ്ങിച്ചു. അപ്പോൾ തുമ്പിക്കുട്ടി ഉറക്കമൊന്നും അങ്ങനെ ശരിയാവാത്തതുകൊണ്ട് ചെറിയൊരു ഇടച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പതുക്കെ ഇറങ്ങി നേരെ പോകുന്നത് വൈറ്റ് ടവറിനടുത്തേക്കാണ് കേട്ടോ. ഈ വൈറ്റ് ടവറിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. വൈറ്റ് ടവർ നടന്ന് കുറച്ചും കൂടി നടന്നാൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തും. ഇവിടെ ചുറ്റിലും കാണുന്ന ഈ ഗ്രീൻ ഗ്രാസ് ഏരിയയൊക്കെ പണ്ട് കാലത്ത് ഒരു തടാകമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വൈറ്റ് ടവറിനൊക്കെ ഏകദേശം ഒരു 1000-ഓളം വർഷം പഴക്കമുണ്ട് കേട്ടോ. ഞാനപ്പോൾ ദൂരെ നിന്ന് നോക്കുന്നത് ടവർ ബ്രിഡ്ജിനെയാണ്. ഈ ടവർ ബ്രിഡ്ജൊക്കെ പണ്ട് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ചട്ടയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇതിങ്ങനെ നേരിട്ട് കാണാമെന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ കുറച്ച് കാരമലൈസ്ഡ് പീനട്ട്സ് ഒക്കെ വാങ്ങി കുറച്ചുകൊണ്ട് ഞങ്ങളത് ഈ ടവർ ബ്രിഡ്ജിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നിവിടെ. ഇന്നെന്നല്ല, എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ലണ്ടൻ്റെ തന്നെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ടവർ ബ്രിഡ്ജ്, വൈറ്റ് ടവർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ നല്ലൊരു വെതറുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസ് എടുത്താലൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഓൾമോസ്റ്റ് ടവർ ബ്രിഡ്ജിന് താഴെ എത്തി കേട്ടോ. ടവർ ബ്രിഡ്ജിന് താഴേലുമായിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടേംസ് റിവർ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ക്യാമ്പസ് കാലഘട്ടം ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു ബ്ലൂ കളർ കവർ പേജുള്ള ബുക്ക് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഹിസ്റ്ററി. അപ്പോൾ മെയിൻസ് എടുത്തിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ ഇംഗ്ലണ്ടിനൊക്കെ ഹിസ്റ്ററീസൊക്കെ വായിച്ചും പഠിച്ചൊക്കെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് കാണാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ലിറ്ററലി എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ലണ്ടനിലേക്കുള്ളത്. അപ്പോൾ ടവർ ബ്രിഡ്ജ് കാണുക, ടേംസ് റിവറിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫീലായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ദൂരെ നിന്ന് കുറേ നേരം ഞാനിങ്ങനെ ടവർ ബ്രിഡ്ജിൻ്റെ ഭംഗി ആസ്വദിച്ചു കേട്ടോ. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തു. പക്ഷെ അതൊന്നും അവിടെ ആരും കാര്യമാക്കുന്നേ ഇല്ല കേട്ടോ. മഴയായാലും തണുപ്പായാലും വെയിലായാലും അതൊക്കെ എൻജോയ് ചെയ്ത് അതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചാണ് ഇവിടെ ആളുകൾ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുന്നത്. അതിനുശേഷം ഞങ്ങളത് ഈ കസിൻസൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. ഫുഡ് വന്നത് ഞങ്ങൾ വേഗം അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചും കൂടി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കസിൻസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡിന്നർ കഴിക്കാനായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദേ ചൂട് അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പവും ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ. എൻ്റെ ഇതിന് മുൻപുള്ള വീഡിയോസിൽ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ഇട്ടപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ ഒരു കുട്ടി. അപ്പോൾ അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ സാധാരണ ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി വെള്ളത്തിൽ സോക്ക് ചെയ്തിടും. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. ഈ 2 സംഭവമാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ രാവിലെ നമ്മൾ കുതിർക്കാനിട്ട് പച്ചരി ഈവനിങ് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഇഡ്ഡലി ദോശ മാവിനെ പോലെ അത്ര തിക്ക് കൺസിസ്റ്റൻസി വേണമെന്നില്ല, കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചായയൊക്കെ വെക്കുന്ന ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച മാവേന്ന് കുറച്ച് ഒരു 2 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അരിമാവ് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഞാൻ സെക്കൻഡ് ബാച്ച് അരയ്ക്കാൻ പോവുകയാണ്. സെക്കൻഡ് ബാച്ച് അരയ്ക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട ഗ്രേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് പിന്നെ കുറച്ചും കൂടി പച്ചരി കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക.
ഇനി നമ്മൾ ഒരു ട്രിപ്പും കൂടെ അരയ്ക്കണം. ബാക്കിയുള്ള മുഴുവൻ പച്ചരി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന അരിമാവുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പി കാച്ചാന്ന് പറയും, ആ സംഭവം കൂടി പച്ചരിയിലേക്ക് ലാസ്റ്റ് ബാച്ച് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ടായിരിക്കും. അത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് വേണ്ട സോൾട്ടും ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം, സോൾട്ടും അതുപോലെ തന്നെ. അപ്പോൾ മാവ് അരയ്ക്കുമ്പോൾ തന്നെ ഇത് ടേസ്റ്റൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് അരക്കുകയായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഈ ലാസ്റ്റ് ബാച്ചും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ അപ്പം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ല, നമ്മൾ ഡിന്നറിനും കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റ് അധികം ആവാൻ പാടില്ല കേട്ടോ, ആവശ്യത്തിന് മാത്രം. നിങ്ങൾ എത്രത്തോളം അരിയും കോക്കനട്ടും എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഈ മാവിലായിട്ട് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നല്ല ഒരു മൂടി വെച്ച് ചൂടുള്ള ഒരു സ്ഥലത്ത് ഇത് അടച്ചു വയ്ക്കുക. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.